ഇന്ന് ഇരുമ്പാമ്പുളി കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് മെയിനായിട്ട് ഇരുമ്പാമ്പുളിയാണ് വേണ്ടത്. വേപ്പിൻ്റെ ഇല, പച്ചമുളക് എന്നിവയെല്ലാം വേണം. അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങ പാലാണ് എടുക്കുന്നത്. രണ്ടാം പാലാണ് ആദ്യം നമ്മൾ ഇരുമ്പാമ്പുളി നുറുക്കിയതിന് ശേഷം ചട്ടിയിലേക്ക് ഒഴിക്കുന്നത്. അതിൽ പെരിഞ്ജീരകം മെയിനായിട്ട് ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം നമ്മളുടെ കൂട്ടാൻ തന്നെ വേറൊരു ടേസ്റ്റിലാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് പെരിഞ്ജീരകം സ്കിപ്പാക്കാതെ എല്ലാവരും ചെയ്യണം. നന്നായി തിളച്ച് വരുമ്പോൾ ആദ്യത്തെ പാല് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആ പാല് ആദ്യം മാറ്റി വെച്ച പാൽ ഇപ്പോൾ ചേർക്കുകയാണ്. വറ്റി വന്നപ്പോൾ നമ്മൾ സബോളയോ ചെറിയുള്ളിയോ ഉപയോഗിച്ച് ഇത് കൂട്ടാൻ താളിക്കാവുന്നതാണ്. നമ്മൾ ആദ്യം കൂട്ടാൻ ഇതിലേക്ക് വയ്ക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് പുളി ഇതിലേക്ക് ഇറങ്ങാനാണ്. അപ്പോൾ പുളി കൂടുതലായിട്ട് തോന്നിക്കില്ല. സബോളയും ഇതിലും വേപ്പിൻ്റെ ഇല ഇട്ടിട്ടാണ് കൂട്ടാൻ താളിക്കുന്നത്. അത് താളിച്ചിട്ട് നമുക്ക് സർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ഓക്കെ, ബായ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട്